Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ് ആണ്. പബ്ജിയുടെ ഒരു വാർത്തയുണ്ട്. അതേപോലെ തന്നെ OnePlus 9 ഫോണിനെ കുറിച്ച് പറയാം, MI 11 കുറിച്ച്, അങ്ങനെ കുറച്ചധികം ടെക്നോളജി വാർത്തകളാണ് ഇന്നത്തെ ഒരു വീഡിയോ. ടെക് അപ്ഡേറ്റ് ആണ്. നേരെ വീഡിയോയിലേക്ക്. ഹായ്, ആദ്യമായിട്ട് പബ്ജിയുടെ കാര്യം തന്നെ പറയാം. പബ്ജി ഓൾറെഡി ഇന്ത്യയിൽ താമസിയാതെ വരും. അതായത് ഡിസംബർ അവസാനത്തോടുകൂടി അല്ലെങ്കിൽ ഡിസംബറിൽ തന്നെ ഇന്ത്യയിൽ നമുക്ക് കളിച്ച് തുടങ്ങാൻ പറ്റുമെന്നാണ് കേൾക്കുന്നത്. ചിലപ്പോൾ ജനുവരി ഫസ്റ്റ് വീക്ക് ആയേക്കാം. എങ്കിൽ പോലും ആ ഒരു ടൈമിൽ നമുക്ക് ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആവും. ഇതിനെപ്പറ്റിയുള്ള ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കമ്പനി ഒഫീഷ്യലായിട്ട് ഈ ഒരു ദീപാവലിയോടനുബന്ധിച്ച് നടത്തുമെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഞാൻ പ്രകടിപ്പിച്ചിരുന്നത് ഏത് ടീമിൻ്റെ ക്ലൗഡ് സ്റ്റോറേജ് എടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് ടീമുമായി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് അവരിവിടെ വരാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് എയർടെൽ ആണോ, പേടിഎം ആണോ, ജിയോ ആണോ, അങ്ങനെ ഏതാണ് അവർ ഉപയോഗിക്കാൻ പോകുന്ന സർവീസ് അല്ലെങ്കിൽ ആരുടെ സപ്പോർട്ടോടു കൂടിയാണ് അവർ വരുന്നത് നമുക്കറിയില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ അത് കൺഫേം ആയിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ Azure എന്ന് പറയുന്ന അവരുടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ വരാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും നല്ല സ്ട്രോങ് ആയ ഒരു സെറ്റപ്പ് തന്നെയാണ്. യൂസറിൻ്റെ പ്രൈവസി, ഡാറ്റ സെക്യൂരിറ്റി, എല്ലാ കാര്യങ്ങളും Azure അതായത് മൈക്രോസോഫ്റ്റിൻ്റെ കൈകളിൽ സേഫ് ആയിരിക്കും. അത് ഇവരുടെയും കൂടി കൺട്രോളിലായിരിക്കും. അതായത് ടെൻസെന്റ് പോലുള്ള ചൈനീസ് ബ്രാൻഡുകളെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് കൊറിയൻ ഈ ക്രാഫ്റ്റിനും, അതേപോലെ തന്നെ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ബ്ലൂ ഹോൾ അതായത് പബ്ജിയുടെ പാരന്റ് കമ്പനി, അപ്പോൾ ആ ഒരു ക്രാഫ്റ്റിനും അതേപോലെ മൈക്രോസോഫ്റ്റും കൂടി ചേർന്നുകൊണ്ടാണ് പബ്ജി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോഴും ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. അതിൻ്റെ കാര്യം എന്തായാലും ഒരു 15 അല്ലെങ്കിൽ ഈ ഒരു ദീപാവലി ടൈമിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയുന്ന വഴിക്ക് തന്നെ അടുത്ത വീഡിയോയിൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്യും. ഇനി അടുത്തൊരു കാര്യം, OnePlus 8T ഒക്കെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ OnePlus 9 കാര്യം കേട്ട് തുടങ്ങിയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ റിവീലായി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അതൊരു 3 എണ്ണമായിരിക്കും ഒരു തവണ കൊണ്ടുവരാൻ പോകുന്നത്. OnePlusൻ്റെ 9 സീരീസിൽ 3 ഫോണുകളായിരിക്കും OnePlus കൊണ്ടുവരാൻ പോകുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട സ്പെക്ക് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 875 എന്ന പ്രോസസ്സറായിരിക്കും ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അത് ഏറ്റവും പുതിയ ഫോൺ എന്ന രീതിയിൽ ആ ഒരു പുതിയ പ്രോസസ്സർ തന്നെയാണ് അതിനകത്ത് വരിക. AMOLED ഡിസ്പ്ലേയും 144 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. IP68 വാട്ടർ സെൻസ് സംവിധാനങ്ങൾ, NFC എന്ന് വേണ്ട ഒരുവിധം OnePlusൻ്റെ 9 എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം അതൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാ തരം ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സും, സ്റ്റീരിയോ സ്പീക്കറൊക്കെ അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കും OnePlus 9. അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ലീക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ വരാൻ പോകുന്നത് 65 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ് എന്തായാലും ഇതിൽ വരും. കാരണം അത് ഓൾറെഡി അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത സീരീസിലും ഈ 65 വാട്ടിൻ്റെ വയേർഡ് ചാർജിങ് ഉണ്ടാവും. അത് കൂടാതെ 40 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും പുതിയ OnePlus 9 സീരീസിൻ്റെ ഭാഗമായിരിക്കും. സോ OnePlus 9 സീരീസ് ഇത്തിരി പവർ കൂടിയ തരത്തിലുള്ള ഒരു നെക്സ്റ്റ് ലെവൽ ഫോൺ എന്ന രീതിയിലാണ് വരാൻ പോകുന്നത്. എങ്കിലും നോർമൽ യൂസേഴ്സിനെ സംബന്ധിച്ച് ജസ്റ്റ് പുതിയൊരു OnePlus ഫോൺ കൂടി വരാറായി. അപ്പോൾ അതിൻ്റെ ലീക്കും റൂമറും ഒക്കെ ധാരാളമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി അടുത്തൊരു കാര്യം, ഓപ്പോയുടെ ഒരു അണ്ടർ ഡിസ്പ്ലേ ക്യാമറയുള്ള ഫോൺ വരാൻ പോവാണ്. ഓൾറെഡി പല കമ്പനികളും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. ZTEയുടെ ഒക്കെ ഒരു ഫോൺ വന്നിട്ടുണ്ട്. മറ്റുള്ള ബ്രാൻഡുകൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഓപ്പോയുടെ അണ്ടർ ഡിസ്പ്ലേ ക്യാമറയുള്ള ഒരു ഫോൺ വരുന്നതായിട്ടാണ് ലീക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഇമേജിനകത്ത് ഫോണിൽ ക്യാമറ പോപ്പപ്പ് ആയിട്ടോ അല്ലെങ്കിൽ പഞ്ച് ഹോൾ ആയിട്ടോ അല്ലെങ്കിൽ നോച്ച് ആയിട്ടോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സോ ഈ ഒരു ഓപ്പോ ഫോണിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് അണ്ടർ ഡിസ്പ്ലേ സെറ്റപ്പിലാണെന്നാണ് പറയുന്നത്. സോ അണ്ടർ ഡിസ്പ്ലേ ക്യാമറയുള്ള ഫോണുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. താമസിയാതെ ഓപ്പോയുടെ ഭാഗത്തു നിന്നുള്ള അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ഫോൺ നമ്മുടെ മുമ്പിലേക്ക് എത്തും. കൂടുതൽ വിശദാംശങ്ങളൊന്നും ഇപ്പോഴേക്ക് അറിയില്ല. അറിയുന്ന വഴിക്ക് നമുക്കത് അടുത്ത വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യാം. MI 11, MI 10 സീരീസിൻ്റെ ടൈം കഴിയാണ്. അതിലത്തെ പല യൂണിറ്റുകളുടെയൊക്കെ സെയിലുകൾ അവർ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം പുതിയ MI 11 സീരീസ് വരികയാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം അടുത്ത സീരീസ് വരാറായി എന്ന് തന്നെയാണ്. സോ MI 11 വരാൻ പോവാണ്. മാത്രമല്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് കേൾക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 875 എന്ന ഏറ്റവും പുതിയ പ്രോസസർ. ഇത് വെച്ചുകൊണ്ട് വരാൻ പോകുന്ന ആദ്യത്തെ ഫോൺ ഇവരുടെ ആയിരിക്കും എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ ഒരു പ്രോസസർ വെച്ചുകൊണ്ട് വരുന്ന MI 11 റെഡിയായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. താമസിയാതെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും ഇപ്പോഴേക്ക് ഈ ഒരു പ്രോസറും 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ, അതേപോലെ 13 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ തുടങ്ങിയ ക്യാമറ സെറ്റപ്പ് ഒക്കെയാണ് ഇപ്പോഴേക്ക് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. ബട്ട് MI 11 എന്ന് പറയുന്ന ഫോൺ വരാൻ പോവാണ്. അതിൻ്റെ ലീക്സ് ഒക്കെ സ്ട്രോങ് ആയിട്ട് തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം, റിയൽമിയുടെ വാച്ച് എസ്. നിങ്ങൾക്കിവിടെ കാണാം, ഒരു ചെറിയ റൗണ്ട് ഷേപ്പുള്ളൊരു വാച്ചാണ് വാച്ച് എസ് എന്ന പേരിൽ വരാൻ പോകുന്നത്. ഈ ഒരു വാച്ചിൻ്റെ ടീസറും കാര്യങ്ങളും ട്രെയിലറും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്റ്റോറി പോലെയൊക്കെ യൂട്യൂബിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആരെ സംഗതി നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ ഇമേജുകളാണ് കാണുന്നത്. യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ വീഡിയോ കാണാം. പക്ഷേ കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു വാച്ച് അവിടെ കാണിക്കുന്നുണ്ട്. ബ്ലൂടൂത്ത് വഴിയൊക്കെ പെയർ ചെയ്യാന്ന് പറയുന്ന ഒരു വീഡിയോ മാത്രമാണത്. ബട്ട് എങ്കിലും ഒരു സ്മാർട്ട് വാച്ച് എസ് എന്നൊരു സ്മാർട്ട് വാച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവും. എന്തായാലും റിയൽമിയുടെ ഒരു പുതിയ വാച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഓവറോൾ ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് ടെക് ന്യൂസുകൾ. കൂടുതലായിട്ട് ന്യൂസുകൾ വരുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.